അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പൈനാപ്പിൾ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് നല്ല ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ബർഗറിൻ്റെ ബണ്ണ് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇത് ചപ്പാത്തിക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് എടുക്കുക, കുബൂസിലേക്ക് വാങ്ങാനൊക്കെ എടുക്കുക കേട്ടോ. എല്ലാറ്റിലേക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസാണ് പൈനാപ്പിളും ചിക്കനും. അത് രണ്ടും കൂടി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് പൈനാപ്പിൾ ചിക്കൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോന് എടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഇപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ കാണിക്കേണ്ടതായിരുന്നു, അത് മറന്നു പോയതാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കവർ ചെയ്തിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കനൊന്ന് മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് ചിക്കനൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടി ഒരു കോട്ടിങ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്യാപ്സിക്കൊക്കെ ചെയ്യില്ലേ, ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കവറൊക്കെ നമുക്ക് അഴിച്ചു മാറ്റിയിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഓരോന്നും എടുത്തിട്ട് ഈ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് നേരെ തന്നെ നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിക്കോട്ടെ കേട്ടോ. ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചട്ടകം വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളർ വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യൂലിക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ അങ്ങനെ മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ പീസും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസാണ് പൈനാപ്പിൾ ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ നേരെ പകുതി ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലും കുറയുണ്ട് കേട്ടോ, കൂടിയാലും കുഴപ്പമില്ല. കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ് പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല മൂത്ത് പഴുത്തത് എടുക്കാൻ നോക്കുക. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒട്ടും മൂക്കാത്തതാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തീരെ മധുരമില്ല. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നല്ല മൂത്ത് പഴുത്തിട്ടുള്ളതൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് എരിവാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു എരിവ് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരത്തിൻ്റെ കാര്യം നോക്കണം കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ആദ്യം ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മിക്സ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല വേവുള്ളതാണല്ലോ പൈനാപ്പിൾ, അപ്പോൾ നല്ല പോലെ ഒന്നിരുന്ന് വെന്തോട്ടെ. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അതിനിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാരൊക്കെ ഇട്ടതാണല്ലോ അടിക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അത് നോക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 250 ഗ്രാം തന്നെയാണ് പൈനാപ്പിൾ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രഷ് പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നതൊക്കെ. അതിൻ്റെ മുകളിലത്തെ മുള്ളു ഭാഗമൊക്കെ ഞാൻ നന്നായി കട്ട് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ. ഇത് കാണുമ്പോൾ വിചാരിക്കേണ്ട ഫ്രഷ് അല്ലാന്ന് കേട്ടോ, ഫ്രഷ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഞാനൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ പീസൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊക്കെ നമുക്ക് അത് വെന്തതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് 2 തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം, അരിക്കണ്ട. ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ചതിന് ശേഷം ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം നമുക്കൊന്ന് നോക്കി നോക്കണം. കാരണം എല്ലാം കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ എല്ലാറ്റിൻ്റെയും ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. ഇപ്പോൾ ഗ്രേവിയും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക.
പുളി കുറവാണ് കേട്ടോ. പൈനാപ്പിൾ മസാല പറ്റുന്ന സമയത്ത് നമ്മളിതിൽ വിനീഗർ ഒഴിച്ചിട്ടില്ല. പൈനാപ്പിളിൻ്റെ പുളി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒഴിക്കാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കുറവാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കറക്റ്റ് തന്നെയാണ്. കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ആ ഒരു ടീസ്പൂൺ തന്നെ ഉള്ളൂ, പിന്നീട് ഇട്ട് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഉപ്പ് നമ്മൾ നേരത്തെ പൈനാപ്പിളിൽ മസാല പറ്റുമ്പോൾ ഇട്ടല്ലോ, പിന്നീട് ഇട്ട് കൊടുത്തിട്ടില്ല. അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് പച്ചയാണല്ലോ, അപ്പോൾ അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരികയും ചെയ്യും. ആ പൈനാപ്പിളിൻ്റെ ജ്യൂസും പിന്നെ അതിൽ അരയാതെ കിടക്കുന്ന ചെറിയ ചെറിയ പീസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെന്തോട്ടെ. അതുവരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വീതമൊന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വീതം ഉണ്ടാവുള്ളൂ കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടാണ്. നിങ്ങളത് മറക്കണ്ട, ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് ഒഴിക്കണം. കാരണം അതിന് പച്ചമണം ഉണ്ടല്ലോ, അത് അപ്പോഴേ ഒഴിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഈ സമയത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ക്രിസ്പിനെസ്സൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒഴിക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനേക്കാളും ഡ്രൈ ആക്കണ്ട, കാരണം അത് ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് ഡ്രൈ ആയി പോവുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഇതിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു സ്റ്റിക്കി ആയിട്ടുള്ള പരുവത്തിൽ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കൊരു 5-10 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് നടു കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാൻ വേണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്ടി സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. മക്കളുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.